ഒരു സുഹൃത്ത് മുഖേനയാണ് ഞങ്ങൾ കടമ്പാറയെക്കുറിച്ച് അറിഞ്ഞത്. നമ്മുടെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻ്റായിരുന്നു കടമ്പാറ എന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിവരം. അതറിഞ്ഞ അന്ന് തന്നെ ഞാനും വൈഫും ഈ സ്ഥലം കാണാൻ വേണ്ടി ഇറങ്ങി. ഒരു മുൻകരുതലോ ഈ റൂട്ടിനെ പറ്റിയുള്ള ഒരു മുൻധാരണയോ ഒന്നുമില്ലാത്ത ഒരു യാത്ര. സാധാരണ അട്ടപ്പാടിയിൽ പോയി കാണുന്ന അതുപോലെയുള്ള ഒരു സ്ഥലം, അതിലുപരി നല്ല കാഴ്ചകളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം അത്രമാത്രം വിചാരിച്ചുകൊണ്ടും മനസ്സിലുറപ്പിച്ചുകൊണ്ടും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. തുടക്കത്തിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സുന്ദരമായ സ്ഥലം, സഞ്ചരിക്കാൻ നല്ല സുഖമുള്ള റോഡും നല്ല കാഴ്ചകളും എല്ലാം കണ്ട് കാണാത്ത അട്ടപ്പാടിയിലെ മലനിരകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് സന്തോഷകരമായ യാത്ര. കുറച്ച് മേലേക്ക് പോകുന്തോറും കാടിൻ്റെ സ്വഭാവവും എല്ലാം മാറി മാറി വന്നു. ഫസ്റ്റ് തുടക്കത്തിലൊക്കെ അവിടെ ഇവിടെ ഓരോ വീടുകളും ഫാമും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ മുന്നോട്ട് പോകുന്തോറും തീർത്തും ഒറ്റപ്പെട്ട റോഡ് മാത്രമായി. അപ്പോൾ ശരിക്കും ചെറിയൊരു ഭയം എല്ലാം ഉള്ളിൽ വന്നു തുടങ്ങി. എങ്കിലും അതുവരെ ഒരു ആനിമൽ സൈറ്റിങ്ങോ ആനിമൽസിൻ്റെ പ്രസൻസോ ഒന്നും ഫീൽ ചെയ്യാത്തതുകൊണ്ടോ ഒരു ധൈര്യത്തിൽ തന്നെ ഞാനും വൈഫും മുന്നോട്ട് തന്നെ പോയി. കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹവും പുതിയ വഴികൾ തേടിയുള്ള നമ്മുടെ യാത്രയും അതിനെ നമ്മളെ മുന്നോട്ട് തന്നെ നയിച്ചു. എന്തായാലും കുറച്ച് ദൂരമെല്ലാം മുന്നോട്ട് പോയപ്പോഴാണ് ആ ഒരു കാഴ്ചകൾ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയത്. കാരണം നന്നായി തന്നെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നോക്കുന്നിടത്തെല്ലാം നിറച്ച് ആനപ്പിണ്ടിറങ്ങിയതും ആന ഇറങ്ങി പൊട്ടിച്ചിട്ടതും ആന തിന്ന് ബാക്കി വെച്ച കൊമ്പുകളും ചില്ലികളും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ തന്നെ ആ സ്ഥലത്തിൻ്റെ ഒരു ഗൗരവം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. തിരിച്ചു വന്നാലോ എന്നൊരു ചിന്ത കൂടി വന്നു. എങ്കിലും കുറച്ചുകൂടി മേലേക്ക് പോയി നോക്കാം, ആരെങ്കിലും അവിടെയൊക്കെ ഉണ്ടാവും, അപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നൊരു ധൈര്യത്തിൽ ഞങ്ങളൊക്കെ മുന്നോട്ട് പോയത്. പക്ഷേ ഈ റോഡ് ഏകദേശം മുകളിലെത്തി അവസാനിക്കുന്നത് വരെ ഈ വഴിയിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടമ്പാറ എത്തിയപ്പോഴാണ് ആൾക്കാരെയൊക്കെ കാണാൻ തുടങ്ങിയത്. അവിടെ കാലികൾ മേയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് എന്നും ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ഇപ്പോൾ 2-3 ദിവസമായിട്ടാണ് ആനയെ കാണാത്തത് എന്നൊക്കെ. ഇനി തനിച്ചൊരു കടമ്പാറ യാത്ര ഉണ്ടാകുമോ എന്നത് എനിക്കറിയില്ല.